നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരുനബിയുടെ പിറവി കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബി ഉൽ അവൽ ആഘോഷമാക്കി ഇസ്ലാം വിശ്വാസികൾ. മതസൗഹാർദ്ദത്തിന്റെയും മാനവികതയുടെ ധർമ്മസ്മരണകളോടെയും നാടെങ്ങും നടന്നത് വിപുലമായ നബിദിനാഘോഷ റാലികൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒക്ടോബർ 1 മുതൽ അടുത്ത 6 മാസത്തേക്കുള്ള മേൽശാന്തിയെ തെരഞ്ഞെടുക്കാനുള്ള കൂടിക്കാഴ്ചയും നറുക്കെടുപ്പും സെപ്റ്റംബർ 18-ന് നിയുക്ത മേൽശാന്തി ചുമതലയേറ്റെടുക്കുന്നതിന് മുന്നോടിയായി 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരിക്കും. 30-ന് രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം ചുമതലയേൽക്കും. ചാവക്കാട് നിന്ന് കാണാതായ പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളെ പോലീസ് ഇൻസ്പെക്ടർ വിമൽ വിവിയുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് കണ്ടെത്തി. കുട്ടികൾ നാടുവിട്ടുപോയത് വീട്ടിലെ വഴക്കിനെ തുടർന്നെന്ന് പോലീസ്. വാർത്തകൾ വിശദമായി. ചാവക്കാട് നിന്ന് കാണാതായ പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളെ പോലീസ് കണ്ടെത്തി. SHO വിമൽ വിവിയുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിൽ നിന്നാണ് കണ്ടെത്തിയത്. സെപ്റ്റംബർ 13-ാം തീയതിയാണ് വീട്ടുവഴക്കിനെ തുടർന്ന് കുട്ടികൾ വീട് വിട്ടു പോയത്. ഉടനെ തന്നെ ഗുരുവായൂർ ACPയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. അന്വേഷണത്തിനിടയിൽ ഇവ ട്രെയിനിൽ മംഗലാപുരത്ത് എത്തിയതായും ഇവിടെ നിന്ന് പരിചയപ്പെട്ട ഒരാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ബാംഗ്ലൂരിലേക്ക് പോയതായും അന്വേഷണ സംഘം മനസ്സിലാക്കി. പിന്നീട് പഴുതടച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ബാംഗ്ലൂരിൽ നിന്ന് പോലീസ് കുട്ടികളെ കണ്ടെത്തി നാട്ടിലെത്തിക്കുകയായിരുന്നു. സബ് ഇൻസ്പെക്ടർ പ്രീത ബാബു, ശ്രീജി യു, സിവിൽ പോലീസ് ഓഫീസർമാരായ ഹംദ്, മെൽവിൻ, തൃശൂർ സിറ്റി സൈബർ സെൽ ഉദ്യോഗസ്ഥർ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. തിരുനബിയുടെ പിറവി കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബി ഉൽ അവൽ ആഘോഷിച്ചു. ഇസ്ലാം വിശ്വാസികൾ. മതസൗഹാർദ്ദത്തിന്റെയും മാനവികതയുടെ ധർമ്മസ്മരണകളോടെ വിശ്വാസികൾ മിലാദ് നബി ആഘോഷിച്ചു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമാണ് മിലാദ് നബി അഥവാ നബിദിനം. മിലാദ് എന്ന വാക്കിന്റെ അർത്ഥം ജന്മനാൾ എന്നാണ്. ക്രിസ്തുവർഷം 571 ഏപ്രിൽ 21-ന് പുലർച്ചയുടെ അടുത്ത സമയത്താണ് നബി ജനിച്ചത്. 63-ാം വയസ്സിൽ നബി മരണപ്പെട്ടതും ഇതേ ദിവസം തന്നെയാണ്. ഹിജ്റ വർഷം റബി ഉൽ അവൽ 12 കണക്കാക്കിയാണ് നബിദിനം ആഘോഷിക്കുന്നത്. ആഘോഷ പരിപാടികളുടെ ഭാഗമായി മഹല്ലുകളുടെയും മദ്രസകളുടെയും ആഭിമുഖ്യത്തിൽ റാലി ഉൾപ്പെടെ വിപുലമായ പരിപാടികൾ നടന്നു. നബിദിനത്തിന്റെ ഭാഗമായി മാസപ്പിറവി കണ്ട നാൾ മുതൽ തീരുന്നതുവരെ മദ്രസകളിലും പള്ളികളിലും മൗലിദ് പാരായണം, പ്രാർത്ഥനാ സദസ്സ്, മതപ്രഭാഷണ പരമ്പര എന്നിവയും നടന്നു വരുന്നുണ്ട്. നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി വിതരണങ്ങൾ നടന്ന ആഘോഷ പരിപാടിയുടെ വിശദാംശങ്ങൾ ഈ ബുള്ളറ്റിൻ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക് പോകുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒക്ടോബർ 1 മുതൽ അടുത്ത 6 മാസത്തേക്കുള്ള മേൽശാന്തിയെ തെരഞ്ഞെടുക്കാനുള്ള കൂടിക്കാഴ്ചയും നറുക്കെടുപ്പും സെപ്റ്റംബർ 18-ന് നടക്കും. 56 അപേക്ഷ ലഭിച്ചതിൽ യോഗ്യരായ 55 അപേക്ഷകർക്ക് ദേവസ്വം കൂടിക്കാഴ്ചയ്ക്കുള്ള കത്തയച്ചു. 18-ന് രാവിലെ 10 മണിക്ക് ദേവസ്വം ഓഫീസിലാണ് കൂടിക്കാഴ്ച. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ദേവസ്വം ഭരണസമിതി മുൻപാകെയാണ് അഭിമുഖത്തിന് ഹാജരാകേണ്ടത്. കണ്ടെത്തുന്ന അപേക്ഷകരുടെ പേരുകൾ വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ച് ഉച്ചപൂജയ്ക്ക് ശേഷം നറുക്കെടുക്കും. നിയുക്ത മേൽശാന്തി ചുമതല ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരിക്കും. 30-ന് രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം ചുമതലയേൽക്കും. ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ സ്ഥാപിച്ച വാട്ടർ അതോറിറ്റിയുടെ പൊതു ടാപ്പ് പൊട്ടി വെള്ളം പോകുന്നത് ഒഴിവാക്കാനായി ടാപ്പ് മാറ്റുന്നതിന് പകരം എന്നേക്കുമായി ടാപ്പ് അടച്ചതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഒരാഴ്ച മുമ്പാണ് ജംഗ്ഷനിലെ പൈപ്പ് വാഹനമിടിച്ച് തകർന്നത്. വെള്ളം പാഴായി പോകുന്നതായി നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വാട്ടർ അതോറിറ്റി ജീവനക്കാരെത്തി ടാപ്പ് ശരിയാക്കുന്നതിനു പകരം പൂർണ്ണമായി അടയ്ക്കുകയായിരുന്നു. ഇതാണ് ഗ്രാമത്തിന് ദുരിതമായത്. ഗുരുവായൂർ പാവർട്ടി ശുദ്ധജല വിതരണ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് കൂറ്റനാട് പള്ളി, ഖദീജ മൻസിൽ, ചാലിശ്ശേരി മെയിൻ റോഡ് എന്നിവിടങ്ങളിലായി 3 ടാപ്പുകൾ അനുവദിച്ചിരുന്നു. അക്കാലത്ത് സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയാണ് അനുവദിച്ചത് എന്നത് ചരിത്രമായിരുന്നു. വെള്ളിയാങ്കല്ല് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന സമയത്ത് ചാലിശ്ശേരി പ്രദേശവാസികൾ കിലോമീറ്ററുകളോളം വന്ന് വെള്ളം കൊണ്ടുപോയിരുന്നത് ഈ പൊതു പൈപ്പിൽ നിന്നാണ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് സ്ഥലം മെമ്പർ VS ശിവാസ് വാട്ടർ അതോറിറ്റി ഓഫീസുമായി ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരമാണ് ടാപ്പ് അടച്ചത് എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. തുടർന്ന് AEയെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ടാപ്പ് അടയ്ക്കാനാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശമെന്നാണ് അറിയിച്ചത്. ഉടൻ ഗുരുവായൂർ, തൃശൂർ ഓഫീസുകളിലും വിളിച്ചപ്പോൾ ഇക്കാര്യത്തെക്കുറിച്ച് വലിയ ധാരണയില്ലെന്നും അന്വേഷിച്ച് വിവരം പറയാമെന്നുമുള്ള മറുപടി കിട്ടി. 24 മണിക്കൂറും സുലഭമായി വെള്ളം ലഭിക്കുന്ന പൊതു ടാപ്പ് പ്രദേശത്തെ ചുമട്ടുതൊഴിലാളികൾ, വ്യാപാര സ്ഥാപനങ്ങളിലെ ആളുകൾ, വഴിയാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ ആശ്രയിച്ചിരുന്നു. സംഭവം അറിഞ്ഞ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സ്ഥലം സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം മെമ്പർ VS ശിവാസ് കൂറ്റനാട് കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് രേഖാമൂലം പരാതി നൽകി. CCTV ന്യൂസ്, പെരുമ്പിലാവ്.
വടുതല വട്ടമ്പാടം കലയംകുളം ബസ് സ്റ്റോപ്പിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച അപകടം 2 പേർക്ക് പരിക്കേറ്റു. പെരുമ്പടപ്പ് സ്വദേശി ചെങ്ങനാത്ത് വീട്ടിൽ 44 വയസ്സുള്ള നിസാർ, പുന്നൂർക്കുളം നാക്കോല സ്വദേശി ചേക്കകത്ത് വീട്ടിൽ 34 വയസ്സുള്ള ഷെഫീഖ് എന്നിവർക്കാണ് പരിക്ക്. ഞായറാഴ്ച രാത്രി 10:30യോടുകൂടിയായിരുന്നു അപകടം. വട്ടമ്പാടം ഭാഗത്തുനിന്ന് കൊച്ചന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ കാലിനുൾപ്പെടെ പരിക്കേറ്റ 2 പേരെയും പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് ആംബുലൻസ് പ്രവർത്തകർ ആദ്യം കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പിന്നീട് പരിക്കേറ്റവരിൽ ഒരാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ 2 ബൈക്കുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. നിയന്ത്രണം വിട്ട കാർ അക്കിക്കാവ് ജംഗ്ഷനിലെ റോഡിലെ ഡിവൈഡറിലിടിച്ച് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. പരിക്കേറ്റ തിരുവനന്തപുരം കല്ലുവിളയിൽ റൂബിയയെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 6:30യോടുകൂടിയായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് കുടുംബവുമായി പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഡിവൈഡറിൽ കയറിയ കാറിലെ യാത്രക്കാരെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചത്. ജംഗ്ഷനിലെ ഡിവൈഡറിൽ സിഗ്നൽ ലൈറ്റോ സൂചക ബോർഡുകളോ സ്ഥാപിക്കാത്തതിനാൽ മേഖലയിൽ നിരന്തരം അപകടം സംഭവിക്കുന്നതായി നാട്ടുകാർ കുറ്റപ്പെടുത്തി. റോഡരികിൽ വഴിവിളക്കില്ലാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പ്രവാചക കീർത്തനങ്ങളുടെ ഇശൽ പുലിമയിൽ നബിദിനാഘോഷങ്ങൾ. വിവിധ മഹല്ല് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നബിദിന റാലിയും അനുബന്ധ പരിപാടികളും നടന്നു. വിശദാംശങ്ങളിലേക്ക്. പ്രവാചക പ്രകീർത്തനങ്ങളുമായി ചാവക്കാട് മേഖലയിൽ നബിദിന റാലികൾ വർണ്ണാഭമായി. രാവിലെ 7 മണിയോടെ മദ്രസകളിൽ പതാക ഉയർത്തൽ നടന്നു. തുടർന്ന് ദുആ സമ്മേളനം, ദഫ്മുട്ട്, സ്കൗട്ട്, അറബന എന്നിവയുടെ അകമ്പടിയോടെ മദ്രസ ഭാരവാഹികൾ, കുട്ടികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരുടെ ഘോഷയാത്രകൾ ആരംഭിച്ചു. വിവിധയിടങ്ങളിൽ ചുറ്റി മദ്രസകളിൽ സമാപിച്ചു. തുടർന്ന് അന്നദാനവും ഉണ്ടായി. മണത്തല, തിരുവത്ര, എടക്കഴിയൂർ, തെക്കൻ പാലയൂർ, വട്ടേക്കാട്, അഞ്ചങ്ങാടി, ബ്ലാങ്ങാട്, കിറാമൻകുന്ന, പുന്ന, ഉരുമനീർ തുടങ്ങി മഹലുകളുടെ കീഴിലുള്ള മദ്രസകളിൽ നബിദിന റാലികൾ നടന്നു. റാലിയെ വരവേൽക്കാൻ വിവിധ ക്ലബ്ബുകൾ, സംഘടനകൾ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മധുരപാനീയം, മധുര പലഹാരം എന്നിവ വിതരണം ചെയ്തു. ഗുരുവായൂർ ടൗൺ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ നബിദിനവും ദിക്ർ ഹൽക്ക വാർഷികവും ആഘോഷിച്ചു. സമസ്ത മുഷാവറ അംഗം അബ്ദുൾ സലാം ബാക്കവി ദിക്ർ ഹൽക്ക സദസ്സിന് നേതൃത്വം നൽകി. മൗലൂദ് പാരായണം, നബിദിന റാലി, മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, നേർച്ച ഭക്ഷണ വിതരണം എന്നിവയുണ്ടായിരുന്നു. ജാതിമത ഭേദമന്യേ 2000-ഓളം പേരാണ് നേർച്ച ഭക്ഷണ വിതരണത്തിൽ പങ്കാളികളായത്. മഹല്ല് ഖതീബ് റിയാസ് ഫാദിലി കൂട്ടപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മഹല്ല് ഭാരവാഹികളായ അൻവർ വലിയകത്ത്, RK ഫൈസൽ, KV അബ്ദുൾ അസീസ്, KP റഷീദ്, PM ഷംസുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കേകാട് മുതവമ്മൽ ജമാഅത്ത് കമ്മിറ്റിയുടെയും മീലാദ് ഷെരീഫ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ മദ്രസത്തുൽ മുഹമ്മദിയ അങ്കണത്തിൽ മീലാദ് ഫെസ്റ്റും ആദരിക്കൽ ചടങ്ങും നടന്നു. സെപ്റ്റംബർ 15, 16 തീയതികളിലായിരുന്നു പരിപാടികൾ നടത്തിയത്. 15 വൈകിട്ട് 7 മണിക്ക് നിയാസ് സഖാഫി മാമ്പ്ര ആൻഡ് ടീം നേതൃത്വം നൽകുന്ന ബുർദ മജ്ലിസും ഇശൽ വിരുന്നും ഉണ്ടായിരുന്നു. മഹല്ല് ഖതീബ് അഷ്റഫ് സഖാഫി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മഹലിലെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെ ആദരിച്ചു. മഹല്ല് പ്രസിഡന്റ് മുഹമ്മദ് ഉണ്ണി സമ്മാന വിതരണം നടത്തി. മിലാദ് ഷെരീഫ് കമ്മിറ്റി പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ സ്വാഗതം പറഞ്ഞു. 16 രാവിലെ മിലാദ് സമ്മേളനത്തിന്റെ ഭാഗമായി പുലർച്ചെ 4 മണിക്ക് മൗലീദ് പാരായണവും രാവിലെ 7 മണിക്ക് പതാക ഉയർത്തലും നടത്തി. തുടർന്ന് ദഫ്മുട്ടിന്റെയും ഫ്ലവർ ഷോയുടെയും സ്കൗട്ട് പരേഡിന്റെയും അകമ്പടിയോടെ കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നബിദിന റാലിയും ഉണ്ടായിരുന്നു. സമാപന സമ്മേളനം മഹല്ല് ഖതീബ് അഷ്റഫ് സഖാഫി മുതുകാട് ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് മുഹമ്മദ് ഉണ്ണിയുടെ അധ്യക്ഷതയിൽ മഹല്ല് സെക്രട്ടറി VM സൈനുദ്ദീൻ സ്വാഗതം പറഞ്ഞു. കുഞ്ഞുമോൻ സർട്ടിഫിക്കറ്റ് വിതരണവും മഹല്ല് ട്രഷറർ യൂസഫ് സമ്മാന വിതരണവും നടത്തി. അനസ് അഹസനി, സ്വാലിഹ് മുസ്ലിയാർ, ജംഷീർ സഖാഫി, നവാസ് സഖാഫി, ഫഹദ് എന്നിവർ നേതൃത്വം നൽകി. പുന്നയൂർ എടക്കര മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 2 ദിവസമായി നടന്നുവരുന്ന പരിപാടികൾക്ക് ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് മാംസ വിതരണത്തോടെ തുടക്കം കുറിച്ചു. തുടർന്ന് 7 മണിക്ക് സബ് ജൂനിയർ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ എടക്കര മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദിൽ മഹല്ല് ഖതീബ് VK അബൂബക്കർ ലത്തീഫിയുടെയും ബിലാൽ മസ്ജിദിൽ ഇമാം ഷാഹിദ് സഖാഫിയുടെയും നേതൃത്വത്തിൽ മൗലീദ് പാരായണവും ഉണ്ടായിരുന്നു. രാവിലെ 7 മണിക്ക് മഹല്ല് പ്രസിഡന്റ് അബ്ദുൾ ജലീൽ പതാക ഉയർത്തി. തുടർന്ന് നബിദിന റാലിയും നടന്നു. ഷറഫുൽ ഇസ്ലാം മദ്രസയിലും മിസ്ബാഹുൽ ഇസ്ലാം മദ്രസയിലും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു. സ്കൗട്ടിന്റെയും ഫ്ലവർ ഷോയുടെയും ദഫിന്റെയും അകമ്പടിയിൽ റാലി വർണ്ണാഭമായി. തുടർന്നു നടന്ന ഭക്ഷണ വിതരണത്തിന് മഹല്ല് ഖതീബും കമ്മിറ്റി ഭാരവാഹികളും സ്വാഗത സംഘം കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. തുടർന്ന് ജൂനിയർ, സീനിയർ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഫ്ലവർ, സ്കൗട്ട്, ദഫ് എന്നിവയും ഉണ്ടായി. പൊതുസമ്മേളനത്തിന് മഹല്ല് പ്രസിഡന്റ് MK അബ്ദുൾ ജലീൽ അധ്യക്ഷത വഹിച്ചു. മഹല്ല് ഖതീബ് VK അബൂബക്കർ ലത്തീഫി ഉദ്ഘാടനം ചെയ്തു. പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും കലാപരിപാടികൾ അവതരിപ്പിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നടന്നു. കുഞ്ഞു മുഹമ്മദ് സ്വാഗതവും ചെയർമാൻ ഗഫൂർ നന്ദിയും പറഞ്ഞു. തിരുദൂതരെ അറിയാം, അനുധാവനം ചെയ്യാമെന്ന ശീർഷകത്തിൽ തൊഴിയൂർ അജ്മീർ ഖാജ ഫൗണ്ടേഷൻ നടത്തുന്ന റബീഉൽ അവൽ ക്യാമ്പയിന്റെ ഭാഗമായി പണ്ഡിതന്മാരെ ആദരിച്ചു. തൊഴിയൂർ പാലേമാവ് ജുമാ മസ്ജിദിൽ സുലൈമാൻ ബാഖവി ഉസ്താദിന്റെ കീഴിൽ
പഠിച്ച് വിവിധ കോളേജുകളിൽ നിന്നും ബിരുദം നേടി സമൂഹത്തിൽ വിവിധ പദവികൾ അലങ്കരിക്കുന്ന യുവ പണ്ഡിതന്മാർ പാലേമാവ് മഹലിൽ 25 വർഷത്തെ സേവനം പൂർത്തിയാക്കിയ മുഹ്യുദ്ദീൻ ദാരിമി, മുഹമ്മദ് മുസ്ലിയാർ, ഹംസ മുസ്ലിയാർ, BP അഹമ്മദ് മുസ്ലിയാർ എന്നിവരും പാലേമാവ് മഹല്ല് മുദ്രിസ് സുലൈമാൻ ബാഖവിയും ഉസ്താദ് സുലൈമാൻ ബാഖവി എന്നിവരെയാണ് ആദരിച്ചത്. ഷാഹിദുൽ ഉലമ TP അബൂബക്കർ മുസ്ലിയാർ വെൺമേനാട്, കൊമ്പത്തക്കായിൽ അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പ്രശസ്ത വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ ചാവക്കാട് ഉദ്ഘാടനം ചെയ്തു. EA മുഹമ്മദുണ്ണി മാസ്റ്റർ, നസീർ മാളിയേക്കൽ, AK ആലിക്കുട്ടി സാഹിബ്, V കുഞ്ഞുമുഹമ്മദ് ഹാജി എന്നിവർ പങ്കെടുത്തു. VK റഫീഖ് മാസ്റ്റർ സ്വാഗതവും E നജീബ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. മന്നലാങ്കുന്ന് മുനീറുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച പുലർച്ചെ സുബഹി നമസ്കാരത്തിന് മുമ്പ് മന്നലാങ്കുന്ന് ജുമാത്ത് പള്ളിയിൽ മൗലിദ് പാരായണം നടന്നു. രാവിലെ 7 മണിക്ക് മുനീറുൽ ഇസ്ലാം മദ്രസാങ്കണത്തിൽ മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് അബൂബക്കർ അൽ ഹദീർ പതാക ഉയർത്തി. മദ്രസ സദർ മുഅല്ലിം അബ്ദുറഹ്മാൻ ഉസ്താദ് പ്രാർത്ഥന നടത്തി. തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അണിനിരുന്ന നബിദിന റാലിയും നടന്നു. മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ്മുട്ട്, ഫ്ലവർ ഷോ, പരേഡ് എന്നിവ നബിദിന റാലിക്ക് മാറ്റേകി. വഴിയിലുടനീളം വിവിധ സംഘടനകളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ മധുരപലഹാരങ്ങളും പാനീയങ്ങളും വിതരണം ചെയ്തിരുന്നു. തുടർന്ന് മദ്രസാങ്കണത്തിൽ നടന്ന മൗലിദ് പാരായണത്തിന് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ബാദുഷാ ബഖവി, ഫൈസൽ അഹ്സനി, റിയാസ് ഫൈസി, ജസീൽ മുസ്ലിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നബിദിനാഘോഷ കമ്മിറ്റി ചെയർമാൻ BK അബു, ജനറൽ കൺവീനർ ഹുസൈൻ എടയൂർ, മദ്രസ വർക്കിംഗ് പ്രസിഡന്റ് TK ഉസ്മാൻ, ട്രഷറർ K അബൂബക്കർ, മഹല്ല് കമ്മിറ്റി സെക്രട്ടറി MK അബൂബക്കർ ഹാജി, മുൻ പ്രസിഡന്റ് കോജ മൊയ്തുണ്ണി, V ഉസ്മാൻ, കരീം കണ്ണാണത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി നടത്തി. എരുമപ്പെട്ടി ടൗൺ ത്വാഹ മസ്ജിദിൽ മഹല്ല് പ്രസിഡന്റ് KA അബ്ബാസ് പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് അത്തീബ് റഹ്മാൻ ബാഖവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് റാലി ആരംഭിച്ചു. ദഫ് സംഘങ്ങൾ റാലിക്ക് അകമ്പടിയേകി. റാലി കരിയന്നൂർ കുഞ്ഞിപ്പാപ്പ ജാറത്തിൽ സിയാറത്ത് നടത്തി. പ്രാർത്ഥനയ്ക്ക് മഖാം പള്ളി ഖത്തീബ് ഷെരീഫ് സുഹരി നെന്മാറ നേതൃത്വം നൽകി. ശേഷം റാലി എരുമപ്പെട്ടി ജുമാ മസ്ജിദിൽ സമാപിച്ചു. സമൂഹ പ്രാർത്ഥനയും മധുര വിതരണവും നേർച്ച ഭക്ഷണ വിതരണവും നടന്നു. ത്വാഹ ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് യൂസഫ് അലി മുസ്ലിയാർ, നൂറാനിയ സദർ മുഹമ്മദ് കുഞ്ഞുദാരിമി നേതൃത്വം നൽകി. മഹല്ല് ജനറൽ സെക്രട്ടറി MM നിഷാദ്, ജോയിന്റ് സെക്രട്ടറി PS ഷാക്കിർ, MM ഇല്യാസ്, ഉല്ലാസ് മുഹമ്മദ്, അഷ്റഫ് പാമ്പ്ര തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രവാചകൻ പ്രകൃതവും പ്രഭാവവും എന്ന ശീർഷകത്തിൽ പന്നിത്തടം മഹലിൽ നടന്നുവരുന്ന മിലാദ് ക്യാമ്പയിന്റെ ഭാഗമായി നടന്ന നബിദിനാഘോഷത്തിൽ രാവിലെ 7:30 ലിവാ ഉൽ ഇസ്ലാം മദ്രസയിൽ മഹൽ പ്രസിഡന്റ് സിംല ഹസൻ പതാക ഉയർത്തി. മുഹമ്മദ് അലി ലത്തീഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ജുമാ മസ്ജിദിൽ നിന്നും ആരംഭിച്ച മഹല്ല് തല നബിദിന സ്നേഹയാത്രയ്ക്ക് ഖത്തീബ് മുഹമ്മദ് സ്വാലിഹ് അൻവരി ചേകന്നൂർ, ചെയർമാൻ സിംല ഹസൻ, സെക്രട്ടറി അബൂബക്കർ പുരളിയിൽ, VS അബൂബക്കർ, MS ബഷീർ, ഹിൽട്ടൺ അബൂബക്കർ, മുഹമ്മദ് അലി ലത്തീഫി, മുസമിൽ അൻവരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ദഫ്മുട്ട്, സ്കൗട്ട് പ്രകടനം, ഫ്ലവർ ഷോ, മെഗാ ദഫ് തുടങ്ങിയ കലാപരിപാടികൾ ഘോഷയാത്രയ്ക്ക് മിഴിവേകി. മഹലിലെ മുഴുവൻ ഏരിയകളിലും മിലാദ് വിളംബര വാഹന ജാഥ നടത്തി. തുടർന്ന് മൗലിദ് പാരായണം, ദുആ സദസ്സും അന്നദാനവും നടത്തി. ഗ്യാങ്ങേഴ്സ് കലാവേദി പന്നിത്തടത്തിന്റെ നേതൃത്വത്തിൽ പന്നിത്തടം മഹലിന്റെ നബിദിന റാലിയിൽ മധുരം വിതരണം ചെയ്തു. 1200ഓളം മധുരം നിറച്ച സ്നേഹക്കിറ്റുകളാണ് പന്നിത്തടം സെന്ററിൽ വിതരണം ചെയ്തത്. ഗ്യാങ്ങേഴ്സ് ക്ലബ് പ്രസിഡന്റ് അർഷാദ് VH, സെക്രട്ടറി ആഷിഫ് അഹമ്മദ്, ജോയിന്റ് സെക്രട്ടറി ബബിൻ TB, വൈസ് പ്രസിഡന്റ് അഖിൽ CV, ട്രഷറർ വിഷ്ണു KN എന്നിവരുടെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ക്ലബ് അംഗങ്ങളും പങ്കെടുത്തു. കടവല്ലൂരിലെ നബിദിനാഘോഷ റാലികൾ വർണ്ണാഭമായി. പഞ്ചായത്തിലെ വിവിധ മഹല്ല് കമ്മിറ്റികളും മദ്രസ കമ്മിറ്റികളും സംയുക്തമായി നടത്തിയ നബിദിനാഘോഷ റാലികൾ വർണ്ണാഭമായി. പ്രഭാത മൗലീദ് പാരായണത്തോടെ ആരംഭിച്ച ആഘോഷ പരിപാടികൾ മദ്രസ അങ്കണത്തിൽ പതാക ഉയർത്തിയും പ്രാർത്ഥന നിർവഹിച്ചും പള്ളികളിൽ അന്നദാനവും നടത്തി സമാപിച്ചു. പരുവക്കുന്ന് മഹല്ല്, കൊരട്ടിക്കര മഹല്ല്, ആൽത്തറ മഹല്ല്, കുപ്പിക്കുന്ന് മഹല്ല് എന്നിവിടങ്ങളിലെ നബിദിന റാലികൾ പെരുമ്പിലാവിലെയും പരിസരങ്ങളിലെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മദ്രസകളിലെത്തി സമാപിച്ചു. മഹല്ല് ഭാരവാഹികൾ, ഖത്തീബുമാർ, ഉസ്താദുമാർ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ തൈക്കാട് മഹലിൽ രാവിലെ മൗലൂദ് പാരായണം, കൂട്ടപ്രാർത്ഥന, ഘോഷയാത്ര, നേർച്ചഭക്ഷണ വിതരണം, മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവ നടന്നു. മഹലിലെ 4 മദ്രസകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഘോഷയാത്രയിൽ പങ്കാളികളായി. ദഫ്മുട്ട്, സ്കൗട്ട് എന്നിവ ഘോഷയാത്രയ്ക്ക് പൊലിമയേകി. മഹല്ല് ഖത്തീബ് അബ്ദുൾ ഖാദർ ദാരിമി കൂട്ടപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. അബ്ദുൾ റഷീദ് കുന്നിക്കൽ, KM റാഫി, NK ഉമ്മർ, അബ്ദുള്ള തൈക്കാട്, അബ്ദുൾ അസീസ് പനങ്ങയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി അറക്കൽ ഇർഷാദുൽ മുബ്തദീൻ മദ്രസ ഓൾഡ് സ്റ്റുഡന്റ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ രാവിലെ മദ്രസയിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. തുടർന്ന് മദ്രസ പ്രസിഡന്റ് ഫൈസൽ അവങ്ങാട്ടിൽ, OSF പ്രസിഡന്റ് ഷംസുദ്ദീൻ കോച്ചാമ്പുള്ളി എന്നിവർ സംയുക്തമായി പതാക ഉയർത്തി. തുടർന്ന് നടന്ന റാലിയിൽ ദഫ്, ഫ്ലവർ ഷോ, സ്കൗട്ട് എന്നിവ നടന്നു. ഭക്ഷണ വിതരണവും ഉണ്ടായി. ചൊവ്വാഴ്ച രാത്രി 7-ന് മദ്രസാങ്കണത്തിൽ കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങളും സമ്മാന വിതരണങ്ങളും നടക്കും.
പരിപാടികൾക്ക് ഖത്തീബ് അലി ഉലുമി ഫൈസി, ഉസ്താദുമാരായ അബൂബക്കർ ഫൈസി, സൽമാൻ ഫാരിസ്, റഫീഖ് ബദ്രി, മദ്രസ പ്രസിഡന്റ് ഫൈസൽ അവങ്ങാട്ടിൽ, സെക്രട്ടറി മൂസ കുറ്റിയിൽ, ട്രഷറർ ഹമീദ് തുറക്കൽ, OSF പ്രസിഡന്റ് ഷംസുദ്ദീൻ കൊച്ചമ്പള്ളി, സെക്രട്ടറി അൻവർ കോട്ടയിൽ, ട്രഷറർ കുഞ്ഞുമോൻ നീലിയാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. പുന്നയൂർ അകലാട് സിദ്ദിഖുൽ ഇസ്ലാം മദ്രസയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ മദ്രസാങ്കണത്തിൽ നടത്തിയ പരിപാടികൾക്ക് മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് ഹംസ ഹാജി പതാക ഉയർത്തി തുടക്കം കുറിച്ചു. സദർ മൗലീം സുലൈമാൻ അസ്ഹരി പ്രാർത്ഥന നടത്തി. തുടർന്ന് കുട്ടികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അണിനിരുന്ന വർണ്ണശബളമായ ഘോഷയാത്രയും ഉണ്ടായിരുന്നു. മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ ഘോഷയാത്രയ്ക്ക് മാറ്റേകി. സദർ മൗലവി കബീർ ഫൈസി ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രവാചകൻ പ്രകൃതവും പ്രഭാവവും എന്ന ശീർഷകത്തിൽ നടന്നുവരുന്ന മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി മരത്തംകോട് AKG നഗർ തർബിയത്തുൽ അത്ഫാൽ മദ്രസയിൽ നടന്ന നബിദിനാഘോഷത്തിൽ രാവിലെ 7 മണിക്ക് കമ്മിറ്റി രക്ഷാധികാരികളായ MA മാമുട്ടി, MM മുഹമ്മദ് കുട്ടി എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. കമ്മിറ്റി പ്രസിഡന്റ് VS അബൂബക്കർ നബിദിന സന്ദേശം നൽകി. അബ്ദുള്ള മൗലവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സദർ മൗലീം ഖാജ ഹുസൈൻ അഷ്റഫി ഉദ്ഘാടനം ചെയ്തു. AKG നഗർ മുഹ്യുദ്ദീൻ മസ്ജിദിൽ നിന്നും ആരംഭിച്ച നബിദിന സ്നേഹയാത്രയ്ക്ക് സെക്രട്ടറി AV കബീർ, ട്രഷറർ PI സലീം, ജോയിന്റ് സെക്രട്ടറി PK ഷമീർ, സ്വാഗത സംഘം ജനറൽ കൺവീനർ PK സുബൈർ, വൈസ് പ്രസിഡന്റ് VM ഷാജഹാൻ, മഹല്ല് കമ്മിറ്റി മെമ്പർ AM ഷജീർ, ജുനൈദ് ഫാദലി, മുഹമ്മദ് ഫാദലി തുടങ്ങിയവർ നേതൃത്വം നൽകി. ദഫ്മുട്ട്, സ്കൗട്ട് പ്രകടനം, ഫ്ലവർ ഷോ തുടങ്ങിയ കലാപരിപാടികൾ ഘോഷയാത്രയ്ക്ക് മിഴിവേകി. തെക്കേ പുന്നൂർ ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെയും ഹിദായത്തുൽ ഇസ്ലാം മദ്രസയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ ഘോഷയാത്ര തെക്കേ പുന്നൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി നേതൃത്വത്തിലാണ് നടന്നത്. തിങ്കളാഴ്ച രാവിലെ തെക്കേ പുന്നൂർ മഹല്ല കമ്മിറ്റി പ്രസിഡന്റ് സൈനുദ്ദീൻ ഹാജി പതാക ഉയർത്തി. മഹല്ല ഖത്തീബ് അബ്ദുസമദി മദനി പ്രാർത്ഥന നിർവഹിച്ചു. സദർ ഉസ്താദ്മാരായ അലി മഹ്ലരി, അബ്ദുൾ റഷീദ് അഷ്റഫി തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. ഘോഷയാത്രയിൽ മദ്രസ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുത്തു. പുന്നൂർ വെട്ടിപ്പഴ റഹ്മത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മിലാദ് ആഘോഷം നടത്തി. പള്ളിയിൽ സുബഹി നമസ്കാരത്തിന് ശേഷം മൗലിദ് പാരായണമുണ്ടായി. രാവിലെ 8 മണിക്ക് പ്രസിഡന്റ് അബൂബക്കർ മുക്കണ്ടത്ത് പതാക ഉയർത്തി. മദ്രസ സദർ സാക്കിർ ഫൈസി വളാഞ്ചേരി പ്രാർത്ഥന നിർവഹിച്ചു. തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളോടുകൂടി ഘോഷയാത്ര നടന്നു. മദ്രസ സെക്രട്ടറി അബ്ദുറഹ്മാൻ കൊന്നാമാക്കൽ, ട്രഷറർ മുഹമ്മദ് കുട്ടി തുടങ്ങിയ അധ്യാപകരും മദ്രസ കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. ഘോഷയാത്രയ്ക്ക് ശേഷം ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. വൈകിട്ട് മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ മത്സരങ്ങളും അരങ്ങേറി. പുന്നൂര് കുഴിങ്ങര അബൂബക്കർ സിദ്ദിഖ് മസ്ജിദിന് കീഴിൽ പ്രവർത്തിക്കുന്ന നൂറുർ റഹ്മാൻ മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് മദ്രസ അങ്കണത്തിൽ പ്രസിഡന്റ് പോക്കുട്ടി പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് ഇസ്മായിൽ ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് നടത്തിയ ഘോഷയാത്രയിൽ മദ്രസ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ ഘോഷയാത്രയ്ക്ക് ശോഭയേകി. വൈസ് പ്രസിഡന്റ് AK മുസ്തഫ, സെക്രട്ടറി അബ്ദുൽ കലാം ഹാജി, ജോയിന്റ് സെക്രട്ടറി K ഫൈസൽ, ട്രഷറർ ഹുസൈൻ പനന്തറയിൽ, BP ജലീൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് മഹല്ല് നിവാസികൾക്ക് ജാതിമത ഭേദമന്യേ അന്നദാനവും ഉണ്ടായിരുന്നു. വടക്കേ പുന്നയൂർ പിലാക്കാട്ട് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹല്ല് പ്രസിഡന്റ് കുഞ്ഞു ആശാരിപ്പറമ്പിൽ പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് പ്രാർത്ഥന നടത്തി. ഹിദായത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അണിനിരുന്ന ഘോഷയാത്രയും നടന്നു. മഹല്ല് സെക്രട്ടറി ജമാൽ മുക്കണ്ടത്ത്, മുഹമ്മദ് കുട്ടിയത്തണിയിൽ, അറക്കൽ ഉമർ, ആരിഫ് എന്നിവർ നേതൃത്വം നൽകി. തുടർച്ചയായ 10ാം വർഷവും പന്നിത്തടം INTUC നേതൃത്വത്തിൽ വെള്ളം വിതരണം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് ഷറഫ് പഞ്ഞിത്തടം, യൂണിയൻ ലീഡർ OK വിജയൻ, റെനിൽ, പ്രകാശൻ, വേണു, VK മോഹനൻ, സത്യൻ, മുസ്തഫ, ഷൈജൻ, ഷിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. കാട്ടകമ്പാൽ ചിറക്കൽ ജുമാ മസ്ജിദ് കമ്മിറ്റിയും നബിദിനാഘോഷ കമ്മിറ്റിയും സംയുക്തമായി റാലി നടത്തി. രാവിലെ മൗലിദ് പാരായണം, ഖബർ സിയാറത്ത് എന്നിവയ്ക്ക് ശേഷം മഹല്ല് പ്രസിഡന്റ് EM കുഞ്ഞുമോൻ ഹാജി പതാക ഉയർത്തി. തുടർന്ന് നബിദിന റാലിയുമുണ്ടായി. വൈകിട്ട് പൊതുസമ്മേളനം, കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയും നടന്നു. പൊർക്കളങ്ങാട് ഗുവത്തുൽ ഇസ്ലാം പള്ളി കമ്മിറ്റിയുടെയും ഹിദായത്തുൽ അനാം യുവജന സംഘടനയുടെയും ആഭിമുഖ്യത്തിൽ നബിദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് ജാഫർ പതാക ഉയർത്തി. ഉസ്താദുമാരായ സിറാജ് ഫൈസി, ബഷീർ സക്കാഫി, സലാം ഉസ്താദ് എന്നിവർ സംബന്ധിച്ചു. പതാക ഉയർത്തലിന് ശേഷം മദ്രസ വിദ്യാർത്ഥികൾ അണിനിരുന്ന നബിദിന റാലി ഉണ്ടായി. തക്ബീർ ധ്വനികളുടെയും ദഫ്മുട്ടിന്റെയും താളത്തിൽ ചുവടുകൾ വെച്ച് നീങ്ങിയ നബിദിന റാലി വീക്ഷിക്കാൻ പാതയോരങ്ങളിൽ നിരവധി പേർ എത്തിയിരുന്നു. വഴിനീളെ ഇതര മതസ്കാരുൾപ്പെടെ മധുരപലഹാരങ്ങളും പാനീയങ്ങളും നൽകി നബിദിന റാലിയെ വരവേറ്റു. ഇയാൾ ജന്നത്തുൽ ഉലൂം മദ്രസയുടെ ആഭിമുഖ്യത്തിൽ പുലർച്ചെ 4 മണിക്ക് നടന്ന മൗലിദ് സദസ്സിന് മഹല്ല് ഖത്തീബ് ഇബ്രാഹിം ഫൈസി നേതൃത്വം നൽകി. നബിദിന റാലിക്ക് മഹല്ല് പ്രസിഡന്റ് KM കുഞ്ഞിമരക്കാർ, ഖത്തീബ് ഇബ്രാഹിം ഫൈസി, വൈസ് പ്രസിഡന്റ് KM മുസ്തഫ, KK ഹമീദ്, KV കുഞ്ഞുമോൻ, നാക്ക് പ്രസിഡന്റ് KM അൻസാർ, കോർഡിനേറ്റർ OM കാസിം, KA അഹമ്മദ്, KK റഫീഖ് എന്നിവർ നേതൃത്വം നൽകി. മദ്രസാങ്കണത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് വിവിധ രംഗങ്ങളിലായി സ്വീകരണം നൽകി. നബിദിന ഘോഷയാത്രയ്ക്ക് വഴിയൊരുക്കി മതസാഹോദര്യത്തിന്റെ മാതൃക തീർത്ത് വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി ഭാരവാഹികൾ.
വെള്ളർക്കാട് വെള്ളത്തേരി നൂറുൽ ഹുദ മദ്രസയും ജമാഅത്ത് കമ്മിറ്റിയും നടത്തിയ നബിദിന റാലിക്കാണ് വെള്ളർക്കാട് ക്രൈസ്തവ ദൈവാലയത്തിനുള്ളിലൂടെ വഴിയൊരുക്കിയത്. വെള്ളത്തേരി മസ്ജിദിൽ നിന്ന് ആരംഭിക്കുന്ന നബിദിന റാലി വെള്ളർക്കാട് സെന്ററിലൂടെ മനപ്പടി വരെ സഞ്ചരിക്കാറാണ് പതിവ്. വെള്ളർക്കാട് സെന്ററിൽ റോഡരികിൽ നിൽക്കുന്ന മരങ്ങളുടെ മുകളിൽ ഈ അടുത്ത കാലത്ത് കൊക്കുകളും നീർക്കാക്കകളും വൻതോതിൽ കൂടുകൂട്ടിയിട്ടുണ്ട്. ഇവയുടെ വിസർജ്യം ഇടതടവില്ലാതെ റോഡിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പക്ഷികളുടെ വിസർജ്യം ശരീരത്തിലേൽക്കാതെ റോഡിലൂടെ ആർക്കും നടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. കുട്ടികൾ ഉൾപ്പെടെ 500-നടുത്ത് വിശ്വാസികൾ അണിനിരുന്ന റാലി ഈ മരത്തിനടിയിലൂടെ വേണം സഞ്ചരിക്കാൻ. പക്ഷി വിസർജ്യം ശരീരത്തിലാകുമെന്നത് 100% ഉറപ്പുള്ളതിനാൽ റാലിയുടെ സംഘാടകർ സെന്ററിന് സമീപമുള്ള ക്രിസ്ത്യൻ പള്ളി കോമ്പൗണ്ടിലൂടെ റാലി കടന്നുപോകാൻ അനുവാദം ചോദിക്കുകയായിരുന്നു. വെള്ളർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി വികാരിയും കൈക്കാരന്മാരും സന്തോഷത്തോടെ ഇതിന് അനുമതി നൽകി. തിപ്പിലശ്ശേരി റോഡിന്റെ വശത്തുള്ള പള്ളി ഗേറ്റിലൂടെ പ്രവേശിച്ച നബിദിന റാലി പള്ളിയുടെ മുൻവശത്തെ കവാടത്തിലൂടെ ഇറങ്ങി പ്രധാന റോഡിലൂടെ യാത്ര തുടർന്നു. പള്ളിയിൽ പ്രവേശിച്ച നബിദിന റാലിയെ ട്രസ്റ്റി NP സേവി പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. മഹല്ല് ഖത്തീബ് അബ്ദുൽ ലത്തീഫ് ബാഖവി സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. നബിദിന റാലിക്ക് മഹല്ല് പ്രസിഡന്റ് KA സിദ്ദി ഹാജി, സെക്രട്ടറി KA ജംഷീർ, സ്വാഗത സംഘം ചെയർമാൻ KA കബീർ, കൺവീനർ KA കുഞ്ഞുമോൻ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് എരുമപ്പെട്ടി. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഒറ്റപ്പിലാവ് മഹല്ല് കമ്മിറ്റിയും മദ്രസ വിദ്യാർത്ഥികൾ നടത്തിയ നബിദിന റാലിക്ക് പെരുമ്പിലാവ് പുതിയഞ്ചേരി ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ ഭഗവതി ക്ഷേത്രവും വിളക്ക് കമ്മിറ്റിയും സംയുക്തമായി നൽകിയ സ്വീകരണം സ്നേഹ സഹോദര്യത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും വിളംബരമായി. മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് NA ഉസ്മാൻ നാലകത്ത്, സെക്രട്ടറി VA ജബ്ബാർ, കമ്മിറ്റി അംഗങ്ങളായ PM മുഹമ്മദ് അലി, VA നസീർ, VA ഹുസൈൻ, C ഷെരീഫ്, KH ലത്തീഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ദഫ്മുട്ടിന്റെയും തക്ബീർ ധ്വനികളുടെയും അകമ്പടിയോടെ ക്ഷേത്ര കവാടത്തിലെത്തിയ റാലിയെ ക്ഷേത്ര ഭരണസമിതിയും ദേശവിളക്ക് കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് റാലിയിൽ അണിനിരന്നവർക്കും വഴിയാത്രക്കാർക്കും പായസവും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. സ്വീകരണത്തിന് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ES ബാബു, സെക്രട്ടറി TV വിനോദ്, ട്രഷറർ വിശ്വനാഥൻ ഐനിക്കൽ, ക്ഷേത്ര കോമരം വിനോദ്, ദേശവിളക്ക് കമ്മിറ്റി സെക്രട്ടറി ചന്ദ്രദാസൻ KV, പ്രസിഡന്റ് അജീഷ് KB, ട്രഷറർ വിജയകുമാർ എന്നിവരും നേതൃത്വം നൽകി. എല്ലാ വർഷവും പുതിയഞ്ചേരിക്കാവ് ദേശവിളക്കിന്റെ താലം വരവിന് ഒറ്റപ്പിലാവ് മഹല്ലിന് മുന്നിൽ ഊഷ്മളമായ സ്വീകരണമാണ് മഹല്ല് കമ്മിറ്റി നൽകി വരുന്നത്. CCTV ന്യൂസ് പെരുമ്പിലാവ്. നബിദിനാഘോഷത്തിന് മധുര പലഹാരങ്ങളുമായി പതിവ് തെറ്റിക്കാതെ പഴവൂർ ശ്രീ ധർമ്മശാസ്ത്ര ബാലഗോകുലം അംഗങ്ങളെത്തി. പഴവൂർ ഇലാഹിയ ജുമാ മസ്ജിദിലേക്കാണ് ശ്രീ ധർമ്മശാസ്ത്ര ബാലഗോകുലം ഭാരവാഹികൾ മധുര പലഹാരങ്ങൾ നൽകിയത്. പഴവൂരിലെ ഈ മതസൗഹാർദ്ദ സംഗമത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. നബിദിനവും ശ്രീകൃഷ്ണ ജയന്തിയും അയ്യപ്പൻ വിളക്കും ഉൾപ്പെടെയുള്ള മതപരമായ പരിപാടികളിൽ ഇരുവിഭാഗവും മധുര പലഹാരങ്ങളും ആശംസകളും പരസ്പരം കൈമാറി ഒരുമിച്ച് കൂടാറുണ്ട്. ഈ വർഷവും ബാലഗോകുലം ഭാരവാഹികളും പ്രവർത്തകരും മധുര പലഹാരവുമായി മദ്രസാങ്കണത്തിലെത്തി. ആഘോഷ് പ്രമുഖ അജിത്ത്, സത്യൻ പഴവൂർ, PT രാജൻ, ലാൽകൃഷ്ണ, വൈഷ്ണവ്, അക്ഷയ്, AA രാജൻ, രാജീവ്, ചന്ദ്രൻ, പ്രേംരാജ് തുടങ്ങിയവരും മറ്റു ബാലഗോകുലം അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. പഴവൂർ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് PK സുലൈമാൻ, മഹല്ല് ഖത്തീബ് SMK തങ്ങൾ, അൽ മുഖൈബിലി ദേശമംഗലം, ഭാരവാഹികളായ KK സിയാദ്, NK മുഹമ്മദ്, PS ഉസ്മാൻ, NM സുലൈമാൻ, EH മൊയ്തുട്ടി തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. CCTV ന്യൂസ് എരുമപ്പെട്ടി. മതസൗഹാർദ്ദത്തിന്റെ ഉദാത്ത മാതൃകയുമായി പഴഞ്ഞി പെരുന്തിരുത്തി ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നബിദിന റാലിക്ക് ചെറുതുരുത്തി യുവജന അയ്യപ്പ സേവാ സംഘം സ്വീകരണം നൽകി. സമ്മേളനം പെരുന്തിരുത്തി മാർ ബസേലിയോസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ ഉദ്ഘാടനം ചെയ്തു. മതങ്ങൾ തമ്മിലുള്ള സൗഹൃദം സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണെന്ന് ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ പറഞ്ഞു. അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് MM രാജു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ബിന്ദു മനോഹരൻ, യുവജന സംഘം സെക്രട്ടറി TC നിഷാദ്, ജോയിന്റ് സെക്രട്ടറി AK രതീഷ്, മഹല്ല് ഖത്തീബ് സയ്യിദ് അലവി, MM ഷാഹിൻ എന്നിവർ സംസാരിച്ചു. മധുരപലഹാരം, ശീതളപാനീയം എന്നിവ വിതരണം ചെയ്തു. കുട്ടികൾ ദഫ്മുട്ട് അവതരിപ്പിച്ചു. മറ്റു വാർത്തകൾ. കിണറ്റിൽ വീണ കാട്ടുപൂച്ചയെ രക്ഷപ്പെടുത്തി. പാറമ്പാടം കൊങ്ങണൂർ പാട്ടുപറമ്പിൽ ജയപ്രകാശിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടുകിണറ്റിലാണ് പൂച്ച വീണത്. വിവരമറിഞ്ഞതിനെ തുടർന്ന് എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും കുന്നംകുളം അഗ്നിരക്ഷാ സ്റ്റേഷനിലെ അംഗങ്ങളും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് കാട്ടുപൂച്ചയെ കിണറിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. എരുമപ്പെട്ടി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ US സനോജ്, BFO KV വൈശാഖ്, കുന്നംകുളം സീനിയർ ഫയർ ഓഫീസർ AS ശ്രീജിത്ത്, ശരത് സ്റ്റാലിൻ, P പവിത്രൻ, M മധുപ്രസാദ്, K ഇബ്രാഹിം എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്.
മരത്തങ്കോട് മഹല്ല് പ്രസിഡന്റായി 4 പതിറ്റാണ്ടോളം പ്രവർത്തിച്ച ശേഷം വിശ്രമ ജീവിതം നയിക്കുന്ന ജനാബ് KE അബൂബക്കർ ഹാജിയെ മഹല്ല് കമ്മിറ്റിയും ഗൾഫ് കമ്മിറ്റിയും ചേർന്ന് ആദരിച്ചു. മഹല്ല് ഖത്തീബ് ഇസ്മായിൽ ഫൈസി പ്രാർത്ഥന നിർവഹിച്ചു. മഹല്ല് പ്രസിഡന്റ് NM മൊയ്തുകുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മഹല്ല് ചെയർമാൻ മുസ്തഫ നദ്വി, വൈസ് പ്രസിഡന്റ് NM റഷീദ്, സെക്രട്ടറി റഹീം, മുൻ മഹല്ല് പ്രസിഡന്റ് സിദ്ദീഖ് NK, ജനറൽ സെക്രട്ടറി കുഞ്ഞുമോൻ CP, CA കുഞ്ഞുമോൻ, ട്രഷറർ പരീദ് ഹാജി, ഗഫൂർ KK, കബീർ, അബു താഹിർ, ആലിമോൻ ഹാജി, ഉമ്മർ PA, മുസ്തഫ ഹസനി, മുസ്തഫ നദ്വി, ഇസ്മായിൽ ഫൈസി എന്നിവർ സംസാരിച്ചു. ഗൾഫ് കമ്മിറ്റി ഭാരവാഹികളായ ജമാൽ PA, ജുറൈജ് ഹസൻ എന്നിവരും മറ്റ് കമ്മിറ്റി ഭാരവാഹികളും നൌഷാദ് KA, റഷീദ് KA എന്നിവരും സംബന്ധിച്ചു. മരത്തങ്കോട് മഹല്ല് നേതൃത്വത്തിൽ നബിദിന റാലിയും പൊതുസമ്മേളനവും പിന്നീട് നടന്നു. മഹല്ല് പ്രസിഡന്റ് മൊയ്തുട്ടി രാവിലെ പതാക ഉയർത്തി. തുടർന്ന് നബിദിന റാലി ഉണ്ടായി. അക്കിക്കാവ് പഴഞ്ഞി റോഡിൽ കടവലൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം നിയന്ത്രണം വിട്ട മിനി പിക്കപ്പ് ലോറി വൈദ്യുത പോസ്റ്റ് ഇടിച്ച ശേഷം സമീപത്തെ കടയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തിങ്കളാഴ്ച രാവിലെ 11:30യോടെയാണ് അപകടമുണ്ടായത്. പഴഞ്ഞി ഭാഗത്തു നിന്ന് അക്കിക്കാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് പാതയോരത്തെ വൈദ്യുത പോസ്റ്റിൽ ഇടിച്ചതിനുശേഷം സമീപത്തെ കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റ് 2ആയി മുറിഞ്ഞു. സമീപത്തെ കടയുടെ ഷീറ്റുകൾ തകർന്നു. തുടർന്ന് കടവലൂർ പഞ്ചായത്ത് അംഗം ജയകുമാർ, പൊതുപ്രവർത്തകൻ റാഫി താഴത്തിൽ, സമീപത്തെ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ കളി കാണാനെത്തിയവരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. ഉടൻ തന്നെ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ച് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാലും അവധി ദിവസമായതിനാൽ കടയിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാലും വൻ ദുരന്തം ഒഴിവായി. തുടർന്ന് വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കേടുവന്ന പോസ്റ്റ് മാറ്റി സ്ഥാപിച്ച് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. അപകടത്തിൽ ലോറിയുടെ മുൻവശം തകരുകയും മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ഇനി ഓണവിശേഷം. പൊന്നോണം പൊന്നോണം നെഞ്ചാകെ നെഞ്ചാകെ ആഹ്ലാദത്തിന്റെ നിറവോടെ മലയാളികൾ പൊന്നോണത്തിന്റെ ആഘോഷത്തിലാണ്. വൈവിധ്യമാർന്ന പരിപാടികളാണ് വിവിധങ്ങളിലായി നടന്നത്. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം ചെറുകുന്ന് കിങ്സിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ചെറുകുന്ന് കോലാടി ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ഓണാഘോഷത്തിൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ മത്സരങ്ങളും കലാപരിപാടികളും അരങ്ങേറി. ഉച്ചയ്ക്ക് 2 മണിയോടെ ആരംഭിച്ച മത്സരങ്ങൾ വൈകിട്ട് 6 മണിയോടെ സമാപിച്ചു. മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജസ്വിൻ, റോൾസ്, വൈഷ്ണവ്, നിഹാൽ, ജ്യോതിഷ്, അഭിലാഷ്, സിജിൻ, സിജോ എന്നിവർ നേതൃത്വം നൽകി. തെരുവിന്റെ മക്കൾക്കൊപ്പം ഓണം ആഘോഷിച്ച് കേച്ചേരി പീപ്പിൾസ് സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രവർത്തകർ. ഓണാഘോഷം ഡോക്ടർ CI മാത്യു ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് നസീർ കേച്ചേരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി RV അബ്ദുൾ മാലിക്, ട്രഷറർ സീതാകുമാരൻ, ഓഫീസ് സെക്രട്ടറി പത്മജ ബാലകൃഷ്ണൻ, ബോർഡ് അംഗങ്ങളായ ജിൻഡോ വിൻസെന്റ്, ഇബ്രാഹിം കേച്ചേരി എന്നിവർ നേതൃത്വം നൽകി. തെരുവിൽ കഴിയുന്നവർക്ക് ഓണക്കോടി വിതരണവും നടന്നു. ചെറായി ക്രിയേറ്റീവ് വായനശാലയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വായനശാലയ്ക്ക് മുന്നിൽ പൂക്കളം ഒരുക്കി രാവിലെ 8 മണിക്ക് പാലട പ്രഥമൻ വിതരണം നടത്തിയാണ് ഓണാഘോഷ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. വിതരണത്തിന്റെ ഉദ്ഘാടനം പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ രവി നിർവഹിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വടംവലി, ഉറിയടി, കസേരകളി തുടങ്ങി മത്സരങ്ങളും ഉണ്ടായി. 4 ദിവസം നീണ്ടുനിൽക്കുന്ന തായങ്കളിയുടെ അവസാന മത്സരം ചൊവ്വാഴ്ചയാണ് നടക്കുന്നത്. മത്സര വിജയിക്ക് ഓണക്കോടിയും ക്യാഷ് പ്രൈസും സമ്മാനിക്കും. ഒന്നാം സമ്മാനം 23,456 രൂപയും 2ാം സമ്മാനം 12,345 രൂപയുമാണ് നൽകുന്നത്. വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. വായനശാല സെക്രട്ടറി വിഷ്ണു, പ്രസിഡന്റ് ശരത്ത്, ആദർശ്, നീരജ്, അക്ഷയ്, രാംജിത്ത്, അമൽ, സനൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. 100 ലിറ്റർ പാലട പ്രഥമൻ തിരുവോണ നാളിൽ വിതരണം ചെയ്തു. തെരുവിൽ കഴിയുന്നവർക്ക് അന്നം നൽകി ജീവകാരുണ്യ പ്രവർത്തകൻ ഹുസൈൻ അകലാട്. ആരോരുമില്ലാതെ തെരുവിൽ കഴിയുന്ന അഗതികൾക്കാണ് ഓണനാളിൽ ഭക്ഷണപ്പൊതിയുമായി ഹുസൈൻ തെരുവിലിറങ്ങിയത്. സാമൂഹിക പ്രവർത്തകൻ KK ഹംസക്കുട്ടി ഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. KV ആരിഫ് എടക്കര, സ്കൂൾ വിദ്യാർത്ഥി അഫ്ലൽ തുടങ്ങിയവരുമുണ്ടായി. കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1992-93 വർഷത്തെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ തിരുവോണ ദിനത്തിൽ അധ്യാപകരെ വീട്ടിൽ പോയി സന്ദർശിച്ച് ഓണസമ്മാനങ്ങളും ആശംസകളും കൈമാറിയത് വേറിട്ട കാഴ്ചയായി. പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അഷ്കർ അറക്കൽ, അബ്ദുൾ റഷീദ് CM, അഷ്റഫ് VB, റാഫി ലത്തയിൽ, ജമാൽ കൊച്ചന്നൂർ, സലാഹുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
പന്നിത്തടം ചിറമനേങ്ങാട് സുവിധം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഓണസദ്യയും പെൻഷൻ വിതരണവും നടന്നു. മുരളി പാതിരിക്കാട്ടിലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ട്രഷറർ ഷാജി വലിയറ ആമുഖ പ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് ഷാജൻ കോഴിപ്പറമ്പിൽ പെൻഷൻ വിതരണവും രക്ഷാധികാരി ഗംഗാധരൻ നായർ ഓണപ്പുടവ വിതരണവും നടത്തി. സെക്രട്ടറി ഗോപി മേലേപ്പുരയ്ക്കൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സുഭാഷ് കോഴിപ്പറമ്പിൽ നന്ദിയും പറഞ്ഞു. അപ്പുണ്ണി സാജൻ, ജയൻ ചിറമനേങ്ങാട് എന്നിവർ പങ്കെടുത്തു. ചിറമനേങ്ങാട് കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലുള്ള എന്റെ വീട് വയോജന കേന്ദ്രത്തിൽ ഓണം ആഘോഷിച്ച് പൊതുപ്രവർത്തകരുടെ വേറിട്ട മാതൃക. പൊതുപ്രവർത്തകരായ സെബാസ്റ്റ്യൻ ചൂണ്ടൽ, സ്മിത മുരളി, എം.എ. കമറുദ്ദീൻ, ഒരുമ ഷക്കീർ, കരീം കല്ലൂർ എന്നിവരാണ് കനിവിലെ അമ്മമാരോടൊപ്പം ഓണം ആഘോഷിക്കാനെത്തിയത്. അന്തേവാസികൾക്കൊപ്പം ആടിയും പാടിയും കുശലാന്വേഷണങ്ങൾ നടത്തിയും ഓണസദ്യ കഴിച്ചും അമ്മമാർക്കായി ഓണക്കോടി നൽകിയുമാണ് സംഘം മടങ്ങിയത്. ആൽത്തറ സ്കൂളിലെ വിദ്യാർത്ഥികളായ ഫാത്തിമ ഹന്ന, രഞ്ജുഷ രാജ് എന്നിവർ കലാപരിപാടികൾ അവതരിപ്പിച്ചു. കനിവ് വൈസ് ചെയർപേഴ്സൺ എസ് ജമീല, കനിവ് ട്രസ്റ്റ് മാനേജർ ബാപ്പുനു വി മുഹമ്മദ്, ട്രസ്റ്റ് അംഗം ഫൈസൽ പെരുമ്പടപ്പ്, സ്മിത മുരളി എന്നിവർ നേതൃത്വം നൽകി. SJ പ്രസൻസിന്റെ പുതിയ ഓണപ്പാട്ടായ നിലാവേ ഓണനിലാവേ എന്ന പാട്ട് പ്രകാശനം ചെയ്തു. നിലാവേ ഓണനിലാവേ വരൂ തിരമാലയ തടുക്കി വരൂ മനം കുളിര. ഉത്രാടം നാളിൽ പെരുമ്പിലാവ് പൊറവൂർ ശിവവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ പ്രശസ്ത കഥകളി നടനും നാടക പ്രവർത്തകനുമായ ഈശപ്പള്ളി രാജീവൻ പ്രകാശനം നിർവഹിച്ചു. നിരവധി ഭക്തിഗാനങ്ങൾക്കും മ്യൂസിക്കൽ ആൽബങ്ങൾക്കും ഗാനരചന നിർവഹിച്ചിട്ടുള്ള പെരുമ്പിലാവിലെ ഓട്ടോ ഡ്രൈവറായ ജയൻ പാതാക്കരയുടെ മൂന്നാമത് ഓണപ്പാട്ടാണ് നിലാവേ ഓണനിലാവേ എന്ന പാട്ട്. ലളിതമായ ഭാഷയും ഓർമ്മകൾ ഉണർത്തുന്ന രചനാരീതിയുമാണെന്ന് രാജീവൻ പറഞ്ഞു. സുരേഷ് പ്രിയദർശിനി സംഗീതവും രാജേന്ദ്രൻ കോക്കൂർ ആലാപനവും നിർമ്മാണവും നിർവഹിച്ച പാട്ടിന്റെ ചിത്രീകരണം ജിതേഷ് പെരിങ്ങോടും നിർവഹിച്ചിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഗാനത്തിന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. CCTV നെറ്റ്വർക്കിന് കീഴിലുള്ള 2 സ്റ്റാർ 3 സ്റ്റാർ കേബിൾ നെറ്റ്വർക്കിൽ സംഘടിപ്പിച്ച ഓണാഘോഷം ശ്രദ്ധേയമായി. കേച്ചേരി ഓഫീസിൽ നടന്ന ഓണാഘോഷത്തിൽ കേബിൾ ഓപ്പറേറ്റർമാരുടെയും ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. രാവിലെ ഓഫീസിന് മുന്നിൽ ജീവനക്കാരുടെ നേതൃത്വത്തിൽ പൂക്കളമൊരുക്കിയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് ഓഫീസ് ഹാളിൽ വിവിധ കലാപരിപാടികളും ഓണപ്പാട്ടുകളുടെ അവതരണവും അരങ്ങേറി. കേബിൾ ഓപ്പറേറ്റർമാരും ജീവനക്കാരും കുടുംബാംഗങ്ങളും പങ്കെടുത്ത വിവിധ മത്സരങ്ങളും നടന്നു. CCTV ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ KC ജോസ്, കേബിൾ ഓപ്പറേറ്റർമാരായ VA തോമസ്, CJ കൊച്ചുമാത്യു, മാനേജർ വിൽസൺ കുറ്റിപ്പുറത്ത്, അക്കൗണ്ടന്റ് JC ജോയ്, ജീവനക്കാരായ സുന്ദരൻ നായർ, ഷൗക്കത്ത്, രവീന്ദ്രൻ, വിഷ്ണു, ജോയൽ, ഹാഷിം, സന്തോഷ്, ജെയ്സൺ, അൽഫോൺസ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. CCTV ന്യൂസ് കേച്ചേരി. പുതിയ കാലത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഓണസങ്കല്പങ്ങൾക്കിടയിലും പഴമയുടെ തനിമ പകരുകയാണ് മധുമാസ നിലാവ് എന്ന ഓണപ്പാട്ട്. മികവാർന്ന ചിത്രീകരണത്തിന്റെയും പ്രമേയത്തിന്റെ വ്യത്യസ്തത കൊണ്ടും മധുമാസ നിലാവ് ശ്രദ്ധ നേടുകയാണ്. ഷിജു കെ പറങ്ങോടന്റെ വരികൾക്ക് രശ്മി പ്രദീപ് സംഗീതം നൽകി. ജോൺസ് ജോസ് ഓർക്കസ്ട്രേഷൻ ചെയ്ത ഗാനം രശ്മിയും സുഹൃത്തുക്കളായ ഷിൻല, ലിജി, നിത എന്നിവർ ചേർന്നാണ് ആലപിച്ചിരിക്കുന്നത്. ചെമ്പൈ മ്യൂസിക് കോളേജ് വിദ്യാർത്ഥികളായിരുന്ന എല്ലാവരും ഇപ്പോൾ സംഗീതവുമായി ബന്ധപ്പെട്ട മേഖലയിൽ തന്നെ ജോലി ചെയ്യുന്നു. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും വർഷത്തിൽ ചുരുങ്ങിയത് 2 പാട്ടെങ്കിലും സ്വന്തമായി ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് കൂട്ട് എന്ന പേരിൽ ഈ വർഷമാദ്യം ഒരു സൗഹൃദ ഗാനം റിലീസ് ചെയ്തത്. സുഹൃത്ത് സംഘത്തിന്റെ രണ്ടാമത്തെ ഗാനമാണ് മധുമാസ നിലാവ്. ആൽബത്തിന്റെ ഛായാഗ്രഹണം പ്രശസ്ത ക്യാമറമാൻ വിജേഷ് നാഥും എഡിറ്റിംഗ് സുനിൽ പുലിക്കോട്ടിലുമാണ് നിർവഹിച്ചിരിക്കുന്നത്. CCTV ന്യൂസ് വേലൂർ. മറ്റു വാർത്തകൾ. പുന്നൂർ എടക്കര മിനി സെന്റർ യുവതാര കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ 32 വർഷത്തെ സ്തുത്യർഹമായ പോലീസ് സേവനത്തിൽ നിന്നും വിരമിച്ച V. ഹംസക്കുട്ടിയെ ആദരിച്ചു. തിങ്കളാഴ്ച രാവിലെ മിനി സെന്റർ യുവതാര ഓഫീസിൽ നടന്ന ചടങ്ങിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ജിസ്ന ലത്തീഫ് പൊന്നാട അണിയിച്ചു. സാംസ്കാരിക വേദി രക്ഷാധികാരി ഗാലിദ് അൽസാക്കി ഉപഹാരം സമ്മാനിച്ചു. CPM മിനി സെന്റർ ബ്രാഞ്ച് സെക്രട്ടറി സനോജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യുവതാര കലാ സാംസ്കാരിക വേദി മെമ്പർമാർ, മറ്റ് പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു.
അഡീഷണൽ സബ് ഇൻസ്പെക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ച ഹലീൽ റഹ്മാനെ മരത്തങ്കോട് CR7 സ്പോർട്സ് ഹബിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരവ് നൽകി. MP സിജോ, നിതീഷ്, സന്തോഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തമ്പി, ഫഹദ്, മിഥുൻ, റഷീദ്, ഡെറിൻ എന്നിവർ നേതൃത്വം നൽകി. അയ്യമ്പറമ്പ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി പെരുന്നാളിനെ കൊടിയേറി വികാരി ഫാദർ TP വർഗീസ് കൊടിയേറ്റം നിർവഹിച്ചു. സെപ്റ്റംബർ 20, 21 വെള്ളി, ശനി ദിവസങ്ങളായിട്ടാണ് പെരുന്നാൾ ആഘോഷം. അഗതിയൂർ കലശമല ആര്യലോകാശ്രമത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടിയുള്ള സ്ത്രീ സംഘടനയായ ആര്യശക്തി ആര്യലോക് പ്രൊഡക്ട്സ് എന്ന പേരിൽ ചെറുകിട വ്യവസായ യൂണിറ്റ് ആരംഭിച്ചു. വിജയമാർദാസ് കൂട്ടായ്മയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ MSME പദ്ധതി പ്രകാരമാണ് ആര്യലോക് പ്രൊഡക്ട്സ് തുടക്കം കുറിച്ചത്. ഭക്ഷ്യവസ്തുക്കളുടെ പാക്കിംഗ് യൂണിറ്റ്, ചന്ദനത്തിരി, സോപ്പ് നിർമ്മാണം തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. 5 സ്ത്രീകൾ ചേർന്ന് രൂപവത്കരിച്ചിട്ടുള്ള ഈ പദ്ധതിയുടെ ലാഭവിഹിതത്തിൽ നിന്ന് നിശ്ചിത തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. സിമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആര്യനാമിക പദ്ധതി വിശദീകരണം നിർവഹിച്ചു. രംഭ, സിന്ധു ടീച്ചർ, നവ്യ, അനു തുടങ്ങിയവർ സംസാരിച്ചു. ചർമ്മം കുന്നംകുളം കാണിയമ്പാൽ ടെമ്പിൾ റോഡ് കാഞ്ഞിരപ്പറമ്പിൽ പരേതനായ വേലപ്പൻ മകൻ ബാലകൃഷ്ണൻ നിര്യാതനായി. 76 വയസ്സായ ലതിക ഭാര്യയും പ്രബില, ഇന്ദു, പ്രവീൺ എന്നിവർ മക്കളുമാണ്. സംസ്കാരം തിങ്കളാഴ്ച വീട്ടുവളപ്പിൽ നടന്നു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. തിരുനബിയുടെ പിറവി കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബി ഉൽ അവൽ ആഘോഷമാക്കി ഇസ്ലാം വിശ്വാസികൾ. മതസൗഹാർദ്ദത്തിന്റെയും മാനവികതയുടെ ധർമ്മസ്മരണകളോടെയും നാടെങ്ങും നടന്നത് വിപുലമായ നബിദിനാഘോഷ റാലികൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒക്ടോബർ 1 മുതൽ അടുത്ത 6 മാസത്തേക്കുള്ള മേൽശാന്തിയെ തെരഞ്ഞെടുക്കാനുള്ള കൂടിക്കാഴ്ചയും നറുക്കെടുപ്പും സെപ്റ്റംബർ 18-ന്. നിയുക്ത മേൽശാന്തി ചുമതലയേറ്റെടുക്കുന്നതിന് മുന്നോടിയായി 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരിക്കും. 30-ന് രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം ചുമതലയേൽക്കും. ചാവക്കാട് നിന്ന് കാണാതായ പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളെ പോലീസ് ഇൻസ്പെക്ടർ വിമൽ വിയുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് കണ്ടെത്തി. കുട്ടികൾ നാടുവിട്ടുപോയത് വീട്ടിലെ വഴക്കിനെ തുടർന്നെന്ന് പോലീസ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെ പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv online.in.